ഇന്നൊരു അവധി ദിവസമാണ്. രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഞാൻ നമ്മുടെ ഇൻഡോർ ആയിട്ട് ഞാൻ വെച്ചിരുന്ന ഒന്ന് രണ്ട് ചെടികളൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയിലെ ബാക്കി പണികളിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് കല്യാണിയുടെ സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിടണം. വൈറ്റ് ഷൂസ് ഒക്കെ ഒന്ന് കഴുകിയിടണം. ഈ അടുത്ത് കുറച്ച് മഴയുള്ള ദിവസങ്ങളായ കാരണം ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കുറച്ച് മഴ കുറവുണ്ട്. അങ്ങനെ പിന്നെ വാഷിംഗ് മെഷീനിൽ കിടന്ന തുണിയൊക്കെ ഫസ്റ്റ് തന്നെ എടുത്ത് വിരിച്ചിട്ടു. എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനായിട്ട് കണ്ടന്റ് ആയിട്ടുള്ളത് ഞാനിപ്പോൾ വീട്ടിൽ ചെയ്യുന്ന ഈ ജോലികളൊക്കെ തന്നെയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഓഫീസിൽ പോകും. വൈകുന്നേരം വന്നാൽ പിന്നെ ഭയങ്കര ബിസി ആയിരിക്കും. എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര തിരക്കിനിടയിൽ സമയം കണ്ടെത്തും. അതെൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ ഈ അടുക്കളയിൽ ചെയ്യുന്ന ജോലികളൊക്കെ സ്ഥിരം ചെയ്ത് കഴിയുമ്പം അതൊരു ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. അതൊന്നും വലിയ ഉത്തരവാദിത്വമായിട്ട് നമുക്ക് തോന്നാറില്ല. പിന്നെ സൺഡേസും ഇതുപോലുള്ള ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞാൻ കുറേ നേരം ഇരുന്ന് റിലാക്സ് ചെയ്തൊക്കെയാണ് ഓരോ ജോലിയും ചെയ്യുന്നത്. അപ്പോൾ കല്യാണിക്കുട്ടിയൊക്കെ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. കല്യാണിയുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ചക്കയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചു. ഇന്നലെ വിഷ്ണു വന്നപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന മീൻ ഫ്രീസറിൽ നിന്ന് രാവിലെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ ഇട്ട് ഇനി കുറച്ച് നേരം പോയിരുന്നൊന്ന് ചായ കുടിക്കണം. ഇതുപോലുള്ള അവധി ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചായയൊക്കെ കൊണ്ട് പുറത്തൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം ഈ ചൂട് ചായ ഇതുപോലെ ഊതി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ്. എനിക്ക് ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫില്ലെങ്കിലും സമാധാനമായിട്ട് ഇതുപോലെയൊക്കെ ഇരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. കുറച്ച് നേരം അവിടെ പത്രമൊക്കെ വായിച്ചിരുന്നു. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ദോശയാണ്. കഴിഞ്ഞ ദിവസം വെച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കല്യാണിയുടെ ബാഗൊക്കെ ഒന്ന് കഴുകണമെന്ന്. ഈ വർഷം കല്യാണിക്ക് പുതിയ ബാഗ് വാങ്ങിയില്ല. കഴിഞ്ഞ വർഷത്തെ ബാഗ് കല്യാണി നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അതുകൊണ്ട് ബാഗൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ അവളുടെ വൈറ്റ് ഷൂസൊക്കെ ഒന്ന് കഴുകണമായിരുന്നു. അതെല്ലാം കഴുകാനെടുത്തു. പിന്നെ സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്സും എല്ലാം ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് യൂസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് അതെല്ലാം തന്നെ എടുത്ത് കഴുകി അതെല്ലാം വിരിച്ചിട്ട് വന്നപ്പോഴേക്കും എനിക്ക് നല്ല നാടൻ കരിവേപ്പില ഇട്ടു കേട്ടോ. അപ്പോഴേക്കും ഏകദേശം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് തിരിച്ചെത്തിയപ്പോഴേക്കും നല്ല കാറ്റും മഴയും. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല ശക്തിയായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതുവരെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ബാഗൊക്കെ എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടിപൊളി ഒരു ലഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ കല്യാണിക്ക് ഐസ്ക്രീം കുടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അവധി ദിവസങ്ങൾ ആനന്ദകരമാക്കാൻ ഇതുപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ. അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും ഐസ്ക്രീമിനോട് ചെറിയ ക്രേവിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒട്ടും മടിച്ചു നിൽക്കാതെ ഞാൻ പോയി ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് വന്നു. എന്നും കോൺ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന അവർക്ക് ഇന്ന് കോൺ വേണ്ട, സ്റ്റിക്കിലത് മതിയെന്ന് പറഞ്ഞു. പിന്നെ കോൺ അവിടെ ഇരുന്ന് ഞാൻ മകനെ കഴിച്ചു. അവർക്ക് ഇത് ഈ സ്റ്റിക്കും കൊടുത്തു. എന്തായാലും ഇത്രയൊക്കെയല്ലോ ഇന്നത്തെ വിശേഷം. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.